യുഎസിലെ മാന്ദ്യഭീതിയും പശ്ചിമേഷ്യയിലെ സംഘർഷവും തന്നെയാണ് ഇന്ത്യൻ ഓഹരി വിപണിയെ തകർന്നടിയാൻ പ്രധാന കാരണം. ഡോളറിനെതിരെ എക്കാലത്തെയും വലിയ ഇടിവിലേക്കാണ് രൂപയുടെ മൂല്യവും മാറിയത്. ലോകത്തെ സാമ്പത്തിക ശക്തികൾ തകർന്നടിയുന്നു എന്ന അഭ്യൂഹവും പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയും കേന്ദ്ര ബാങ്കുകൾ മുഖ്യ പലിശ നിരക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നതും കാലാവസ്ഥാ വ്യതിയാനവും ഉൾപ്പെടെ ഓഹരി വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ്. പക്ഷേ അമേരിക്കയിലെ മാന്ദ്യം തന്നെയാണ് ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കുന്നത്. പശ്ചിമേഷ്യ, ഇറാൻ, ഇസ്രായേൽ യുദ്ധഭീതിയുടെ നിഴലിൽ നിൽക്കുന്നതും വൻ തിരിച്ചടിയാണ്. ദക്ഷിണ കൊറിയൻ ഓഹരി വിപണി 4 വർഷത്തിന് ശേഷം ആദ്യമായി വ്യാപാരം നിർത്തിവെച്ചു. ഓഹരി വിപണികളുടെ തകർച്ചയിലും രാജ്യാന്തര സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വത്തിലും ഇന്ത്യൻ വിപണിയും കൂപ്പുകുത്തുകയാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞ് എക്കാലത്തെയും വലിയ താഴ്ചയിലെത്തി. എന്നാൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം സ്ഥായിയല്ല എന്നും 1-2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചുവരവ് നടത്തുമെന്നുമാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു വലിയ തോതിലുള്ള ഒരു ജെർക്ക് വന്നത് ഒരു ട്രിഗർ വേണം എന്തിനും. ആ ട്രിഗറാണ് ഇന്ന് പറയുന്ന US-ലെ റേറ്റ് കട്ടിൻ്റെ കാര്യത്തിലൊന്നുമില്ല, അപ്പോൾ ഇന്ത്യയിലെ റേറ്റ് കട്ടില്ല, ജോബ് മാർക്കറ്റ് ഒരു റിസഷനിൽ പോകുമോ എന്നൊക്കെ പറയുന്ന ഒരു ഫിയർ നമ്മുടെ മാർക്കറ്റിലുണ്ടായി. അതിന് ഒരു റിയാക്ഷൻ ഉണ്ടായി. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക്. അല്ലാതെ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് അങ്ങനെയുള്ളതല്ല. എനിക്കൊരു നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നേക്കാം. അതേസമയം നവംബർ ഡിസംബർ മാസങ്ങളെ ഭീതിയോടെ കാണേണ്ടിയിരിക്കുന്നു. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 200 ലക്ഷം കോടി ഡോളറിന്റെ ബാധ്യതയുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവരുമെന്നാണ് സൂചന. ഈ കണക്കുകൾ ആഗോള വിപണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ 2008-2009 വർഷങ്ങളിൽ ഉണ്ടായതിന് സമാനമായ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനയാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഓഹരി വിദഗ്ധർ നൽകുന്നത്. ഒഫീഷ്യലായാൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നും, ആ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു മെൽറ്റ് ഡൗൺ നമ്മൾ 2008-2009 കാലഘട്ടത്തിൽ കണ്ടതുപോലെ ഒരു മെൽറ്റ് ഡൗൺ ഉണ്ടാകുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ വളരെ വലിയ തോതിലുണ്ടായേക്കാം. നവംബർ ഡിസംബറിൽ പക്ഷേ ഒരു വലിയ തോതിലുള്ള ഒരു കറക്ഷൻ, ഒരു ബ്ലഡ് ബാത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ വന്നേക്കാം. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പണനയം ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. പലിശ നിരക്കിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ പണപ്പെരുപ്പ GDP അനുമാനങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്നതും ആശങ്കയുണ്ടാക്കുന്നു. ആൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.